മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനവറുകളോട് ഭൂമിയിലേക്ക് ഇറങ്ങാൻ പറയുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പാപമോചനം ചോദിച്ച് തൗബ ചെയ്തു തുടങ്ങി ആദം അലൈഹിസ്സലാം. പിശാച് തെറ്റ് ചെയ്തു, പക്ഷേ ആ തെറ്റ് അല്ലാഹുവിന്റെ മേലേൽപ്പിച്ചു. റബ്ബേ, നീയാണ് എന്നെ പിഴപ്പിച്ചത് എന്ന് പറഞ്ഞു. എന്നാൽ ആദം അലൈഹിസ്സലാം ഒരിക്കലും അല്ലാഹുവേ ഞാനല്ല പിശാചാണത് ചെയ്തത് എന്ന് പറഞ്ഞില്ല. ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങൾ സ്വന്തത്തോട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും നീ അരുതെന്ന് പറഞ്ഞത് ചെയ്തു പോയിട്ടുണ്ട്. റബ്ബനാ ളലംനാ അൻഫുസനാ, ഞങ്ങൾ തെറ്റ് ചെയ്തു റബ്ബേ. വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് മാപ്പ് തന്നില്ലെങ്കിൽ, വതർഹംനാ, നീ ഞങ്ങൾക്ക് കരുണ തന്നില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരായി മാറും റബ്ബേ. അതുകൊണ്ട് ഞങ്ങൾക്ക് മാപ്പ് തരണം. فتلقى آدم من ربه كلمات فتاب عليه. ആ വാക്കുകൾ കാരണം അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിന് പുറത്തു കൊടുത്തു എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ വചനങ്ങളിലൂടെ അല്ലാഹുവിൻ്റെ ആയത്തുകൾ ഓതി നബിതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും പിശാചുണ്ട്. നമ്മുടെ ഉപ്പയെ പിശാച് പിഴപ്പിച്ച പോലെ കുല്ലും മിൻകും ലഹു ഖരീനുൻ മുക്കില ബിഹി, നമ്മൾ ഓരോരുത്തരുടെയും ശരീരത്തിൽ ഒരു പിശാചിനെ അല്ലാഹു തന്നിട്ടുണ്ട്. ആ പിശാചിനെ ഖരീൻ എന്നാണ് അറിയപ്പെടുന്നത്. മരിച്ചു കഴിഞ്ഞാൽ ചില ശരീരങ്ങളുമായുള്ള സംഭാഷണങ്ങൾ നടക്കാറുണ്ട്. അതൊരു പക്ഷേ ആ മരിച്ച മയ്യത്തിന്റെ ഖരീനായ ജിന്നായിരിക്കും. അല്ലാഹു മനുഷ്യനെ പരീക്ഷിക്കാൻ നമുക്ക് തിന്മയിലേക്കൊരു മനസ്സുകൊണ്ടൊരു ചാഞ്ചാട്ടം ഉണ്ടാകാൻ വേണ്ടി പിശാചിനെയും ഒരു ഭാഗത്തും മലക്കിനെയും തന്നിട്ടുണ്ട് നന്മയിലേക്ക് വിളിക്കാൻ. ആർക്കാണ് നമ്മൾ ഉത്തരം കൊടുക്കുന്നത്? അവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കപ്പെടുന്നത്. സ്വർഗമാണോ അതോ നരകമാണോ? തങ്ങൾ പറഞ്ഞു, കുല്ലും മിൻകും ലഹു ഖരീനുൻ മുക്കില ബിഹി, നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഖരീനായ ജിന്നിനെ അല്ലാഹു തന്നു വെച്ചിട്ടുണ്ട് നിങ്ങളെ പരീക്ഷിക്കാൻ. അവർ തങ്ങൾ പറഞ്ഞു, ഹത്താ അന, എനിക്കും അങ്ങനെ ഉണ്ട്. അവർ ചോദിച്ചു, അൻത യാ റസൂലല്ലാഹ്, നബിയെ അങ്ങേക്കുമുണ്ടോ ഒരു പിശാച്? തങ്ങൾ പറഞ്ഞു, എൻ്റെ കൂടെയും ഒരു ശൈത്വാനുണ്ട്, പക്ഷേ ലാകിന്നല്ലാഹ അആനനി അലൈഹി ഫഅസ്ലം, അല്ലാഹു എന്നെ സഹായിക്കുകയും ആ പിശാച് മുസ്ലിമാവുകയും ചെയ്തിട്ടുണ്ട്. ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ, അവൻ എന്നോട് നന്മയെ പറയൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ശരീരത്തിലേക്ക് ഖൽബിലേക്ക് പിശാച് മൂക്കുകൂത്തി വെച്ചിട്ടുണ്ടെന്നാണ്. ജാഹിമുൻ അലാ ഖൽബി ഇബ്നി ആദം ഇദാ ദകറല്ലാഹ ഖനസ, നമ്മൾ അല്ലാഹുവിനെ ഓർക്കുമ്പോഴാണ് പിശാച് ഇല്ലാതായി പോകുന്നത്. അതുകൊണ്ട് ദിക്ർ പതിവാക്കുക. നമ്മുടെ വീടുകളിൽ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കുമ്പോൾ അവിടുത്തെ പിശാചുക്കൾ പറയും, ഈ വീട്ടിൽ നമുക്ക് ഭക്ഷണമില്ല. കിടന്നുറങ്ങാൻ വുദു എടുത്തു പോവുകയും ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫഉഹു, വലതുഭാഗം ചെരിഞ്ഞു കിടക്കുകയും കവിളിൽ കൈവച്ചുകൊണ്ട് വലതുഭാഗത്ത് ചെരിഞ്ഞു കിടക്കുകയും ചെയ്താൽ അതൊരു പക്ഷേ ആദ്യം ചെയ്യുമ്പോൾ പ്രയാസമായിരിക്കും. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ ആദ്യം എനിക്ക് മലർന്ന് കിടന്നാലേ ഉറക്കം വരുള്ളൂ, കമിഴ്ന്ന് കിടന്നാലേ ഉറക്കം വരുള്ളൂ, ഇടത്തോട് തിരിഞ്ഞാലേ ഉറക്കം വരുള്ളൂ, അങ്ങനെയൊക്കെ അസുഖം ഇബ്ലീസ് തോന്നിപ്പിക്കും. പക്ഷേ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ്, ഇതെൻ്റെ ഹബീബിൻ്റെ സുന്നത്താണ്, ഇങ്ങനെയാണ് എന്നെ ഖബറിൽ കൊണ്ടുപോയി വെക്കുന്നത് എന്നോർത്ത് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് കൈയിൻ്റെ ഉള്ള്, വലത്തെ കൈയിൻ്റെ ഉള്ള് കവിളിലേക്ക് വെച്ചുകൊണ്ടാണ് നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങിയിരുന്നത്. അങ്ങനെ ഒരു ഉറക്കം നമ്മൾ ദിക്ർ ചൊല്ലിയിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ പിശാചവന്റെ കൂട്ടുകാരോട് പറയും, എടോ നമുക്ക് ഈ വീട്ടിൽ ഉറങ്ങാൻ ഇനി ഇടമില്ല, നമുക്ക് പോകാം. എന്തേ? അവിടെ ദിക്ർ ചൊല്ലുന്ന വീടാണ്. അവിടെ സുബഹിയും അസറും മഗ്രിബും ഇശാഉം ഒക്കെ അവിടുത്തെ പെണ്ണുങ്ങളും കുട്ടികളും ആ വീട്ടുകാരും നിസ്കരിക്കുന്നുണ്ട്. അവിടെ പിശാചിന്റെ ശല്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇദാ ദകറല്ലാഹ, മനുഷ്യൻ അല്ലാഹുവിനെ ഓർക്കുകയാണെങ്കിൽ ഖനസ, പിശാച് ഇല്ലാതെയായി പോകും. അതുകൊണ്ട് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നവരായി മാറുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ദേഷ്യം വരുമ്പോഴാണ് പിശാച് നമ്മളെ അടക്കി ഭരിക്കുന്നത്. ദേഷ്യം വരുമ്പോൾ പിശാചിന്റെ കടന്നാക്രമണം ഉണ്ടാകും. നമ്മുടെ ഉപ്പയെ പിഴപ്പിച്ചവനാണവൻ.
അതുകൊണ്ട് ദേഷ്യം കടിച്ചു പിടിക്കാൻ പറഞ്ഞു. വൽ ഖാദിമീനൽ ഗൈള വൽ ആഫീന അനിൻ നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ദേഷ്യം കടിച്ചു പിടിക്കുകയും ജനങ്ങൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നവർ അല്ലാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന് സൂറത്തു ആലു ഇംറാനിലൂടെ നമ്മുടെ രക്ഷിതാവ് അല്ലാഹു നമ്മളോട് പറയുന്നു. പിന്നെയും പറഞ്ഞു ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ് വഅരിദ് അനിൽ ജാഹിലീൻ. നിങ്ങൾ മാപ്പ് ചെയ്യണേ, നിങ്ങൾ നന്മ കൽപ്പിക്കണമേ, വിവരക്കേട് പറയുന്ന ആളുകൾക്ക് പറയുന്നത് കേട്ട് നിങ്ങൾ വിഷമിക്കരുത്, മുഖം തിരിച്ചു കളയണേ എന്നൊക്കെ അല്ലാഹു നമ്മളോട് പറയുന്നുണ്ട്. എന്തേ? ദേഷ്യമില്ലാതിരിക്കാൻ, ദേഷ്യം വരാതിരിക്കാൻ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജമൽ യുദ്ധം നടക്കുമ്പോൾ അത് സ്വഹാബിമാർ തമ്മിലുണ്ടായ ഒരു ഇജ്തിഹാദിൽ പിഴച്ചതുകൊണ്ടുണ്ടായ യുദ്ധമായിരുന്നുവല്ലോ. ആ യുദ്ധത്തിൽ മറുപക്ഷത്തുള്ള തുൽഹ റളിയല്ലാഹു തആല അൻഹു ഷഹീദായി കിടക്കുന്നത് കണ്ടപ്പോ, മഹാനവറുകൾ ഷഹീദാകുന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്തുള്ള ഒരു സ്വഹാബിയുടെ കുന്തമുന ഏറ്റുകൊണ്ടാണ്. തുൽഹ റളിയല്ലാഹു അൻഹു ഷഹീദായി കിടക്കുമ്പോ, മഹാനായ തുൽഹ റളിയല്ലാഹു അൻഹു മരിച്ചു കിടക്കുമ്പോ ആ മുഖത്തെ മണ്ണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു കൈകൊണ്ട് നീക്കി കൊടുക്കുകയാണ്. കാരണം രണ്ടാളും രണ്ട് പാർട്ടിക്കാരാണ്, രണ്ട് വിഭാഗമായിട്ട് അവരെ വേർതിരിയാൻ ഒരു സാഹചര്യം അന്നുണ്ടായി. അതിന്റെ പേരിൽ സംഘമായ രണ്ട് വിഭാഗം മുസ്ലിമീങ്ങൾ തമ്മിൽ ജമൽ യുദ്ധം നടക്കുകയാണുണ്ടായത്. അലി റളിയല്ലാഹു അൻഹു മറുപക്ഷത്ത് നിന്ന് മരിച്ചു കിടക്കുന്ന തുൽഹ റളിയല്ലാഹു അൻഹുവിനെ അവരുടെ മുഖത്തെ മണ്ണ് നീക്കിയിട്ട് പറഞ്ഞു, യഇസ്സു അലയ്യ യാ അബാ മുഹമ്മദ് അൻ അറാക മുജന്തലൻ അല തുറാബ്. തുൽഹ, മണ്ണ് പുരണ്ട് നിങ്ങൾ ഈ കിടക്കുന്ന കടത്തം കാണുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നുന്നു. തുൽഹ, ഈ അടർക്കളത്തിൽ നിങ്ങൾ മരിക്കേണ്ടവരായിരുന്നില്ല, എൻ്റെ സംഘത്തിൽപ്പെട്ട ആളുകളാൽ നിങ്ങൾ വധിക്കപ്പെട്ടു പോയി. തുൽഹ, അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് ഞാനും നിങ്ങളും വരുമ്പോൾ ഇതൊരു വൈരാഗ്യത്തിന് ഇടവരരുതേ. വലാകിൻ അസ്അലുല്ലാഹ അൻ നകൂന അന വഇയ്യാക് മിമ്മൻ ഖാല അല്ലാഹു ഫീഹിം അസ്സ വജല്ല. അല്ലാഹു ആരെക്കുറിച്ചാണോ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാനൻ അലാ സുറുരിൻ മുതഖാബിലീൻ. സ്വർഗ്ഗത്തിലേക്ക് വരുമ്പോൾ വിശ്വാസിനികളുടെ മനസ്സിൽ നിന്നും എല്ലാ മോശപ്പെട്ട ചിന്തകളും അല്ലാഹു എടുത്തു കളയുകയും ഹൃദയം ശുദ്ധമായ ഒരു അസൂയയോ ഒരു പകയോ ഒരു വിദ്വേഷമോ ഇല്ലാത്ത സജ്ജനങ്ങളാണ് സ്വർഗത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തുൽഹ, എന്നോട് വെറുപ്പ് തോന്നരുതേ തുൽഹ, എനിക്ക് മാപ്പ് തരണേ തുൽഹ എന്ന് മരിച്ചു കിടക്കുന്ന തുൽഹ റളിയല്ലാഹു അൻഹുവിനോട് അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അലി റളിയല്ലാഹു തആല അൻഹു. നമ്മൾ ആലോചിക്കണം, നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി ഏതാനും ചില ആളുകളുടെ മനസ്സിൽ അഹങ്കാരം നടക്കാൻ വേണ്ടി നമ്മുടെ പള്ളികൾ പൂട്ടിക്കിടന്നപ്പോ, നമ്മുടെ മദ്രസകൾ പൂട്ടിക്കിടന്നപ്പോ, ജുമുഅ നടക്കാതെ നമ്മുടെ പള്ളികൾ കിടന്നത് ഏതാനും വിരലിലെണ്ണാവുന്ന ആളുകളുടെ ഹൃദയത്തിലെ അസൂയ കൊണ്ടും ഹൃദയത്തിലെ അഹങ്കാരം കൊണ്ടാണ്. എന്നാൽ പിശാച് അത്രമേൽ നമ്മുടെ നിസ്കാരം ഫസാദാക്കുകയും ഒരു നേരമെങ്കിലും ജമാഅത്ത് നടക്കേണ്ട പള്ളികൾ പൂട്ടിക്കിടന്നതിൽ ആരാണ് സന്തോഷിച്ചത്? പിശാചല്ലാതെ. ആരാ സന്തോഷിച്ചത്? പിശാചിന്റെ ആളുകളല്ലാതെ. അങ്ങനെ നമ്മിൽ നിന്ന് വന്ന മഹാ അബദ്ധങ്ങൾ പോലും എന്നേക്കുമായി പൊരുത്തപ്പെടിക്കാൻ സമയമായിട്ടുണ്ട്, എന്നേക്കുമായി മാപ്പ് പറയാൻ സമയമായിട്ടുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന അഹങ്കാരത്തിന്റെ ചുവയും വാക്കുകളും അടിപിടിയും കത്തിക്കുത്തുകളടക്കം അല്ലാഹുവിന്റെ പള്ളിയെ ചൊല്ലി, മസ്ജിദിനെ ചൊല്ലി, മഹല്ലുകളെ ചൊല്ലി നമ്മൾ ഉണ്ടാക്കിയത് ആരെ സന്തോഷിപ്പിക്കാനാണ്? പിശാചിനെയല്ലാതെ. ജമൽ യുദ്ധത്തിൽ കിടക്കുന്ന തുൽഹ തങ്ങളോട് മുഖത്തെ മണ്ണ് നീക്കിയിട്ടാണ് അലി തങ്ങൾ പറയുന്നത്, തുൽഹ പറ്റിപ്പോയി, തുൽഹ മാപ്പു ചെയ്യണേ, മനസ്സിൽ വെക്കരുതേ, നമുക്ക് സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടണം, അതുകൊണ്ട് മനസ്സിൽ വെറുപ്പുണ്ടാവരുതേ എന്ന് തുൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ അവസരമുണ്ടായത് ആ ഷഹീദായി കിടന്ന നേരത്താണ്. നമുക്ക് മരണത്തിന്റെ മുമ്പേ ഒന്ന് പൊരുത്തപ്പെടിക്കാനും നമുക്കൊന്ന് നന്നാവാനും നമ്മുടെ മഹല്ലുകളൊക്കെ ഇനിയെങ്കിലും
ഇനിയെങ്കിലും ഒരു ഒരുമയിൽ നിൽക്കാനും ഇനിയെങ്കിലും ഒരു ഒത്തൊരുമിച്ച് പള്ളിക്ക് വാശിയായി പള്ളിയും മദ്രസക്ക് വാശിയായി മദ്രസയും നമ്മുടെ നാടുകളിൽ പിഞ്ചു മക്കളുടെ മനസ്സിനുള്ളിൽ പോലും വിഭാഗീയ ചിന്തകൾ ഉണ്ടാക്കാൻ ഇതുവരെ ചെയ്ത എല്ലാ ശ്രമങ്ങളും അള്ളാഹുവിനോട് മാപ്പ് പറഞ്ഞ് ഒരുമയോടെ സ്നേഹത്തോടെ ഒരു മനസ്സോടെ പ്രവർത്തിക്കാൻ നമുക്കായില്ലെങ്കിൽ പതനം നമ്മെ കാത്തിരിക്കുന്നുവെന്ന് ഒരിക്കലും നമ്മൾ സംശയിക്കേണ്ടതില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ബഅദുകും ലിബഅദിൻ അദു വലകും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാഹീൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ നല്ല നിലയിൽ യാത്ര പറയാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹു നമുക്ക് നൽകട്ടെ. സുബ്ഹാന മൻ യഅഫു سبحان من يعفو ونهفو دائما ولم يزل مهما حفى العبد عفا يعطي الذي يختي ولا يمنعه جلاله عن العتالي ذي الخطا. പാപങ്ങൾ എത്ര ചെയ്താലും പുറത്തു കൊടുക്കുന്നവനെ അല്ലാഹുവല്ലേ വിളിക്കുന്നത്. ഒരു ഖുദ്സിയായ ഹദീസിൽ യബ്ന ആദം, ആദമിന്റെ മോനെ, നമ്മുടെ വാപ്പയുടെ പേര് വെച്ചാണ് അല്ലാഹു നമ്മളെ വിളിക്കുന്നത്. ആദമിന്റെ മോനെ അലൈഹിസ്സലാം, ഇന്നക മാ ദഅൗതനി വറജൗതനി, നീ എന്നെ പ്രാർത്ഥിക്കുന്ന കാലമത്രയും അലാമാ കാന മിൻക, നീ ചെയ്തു കൂട്ടിയ തെറ്റുകളെല്ലാം നിന്റെ മുന്നിൽ വെച്ച് നീ എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് എന്നോട് മാപ്പ് ചോദിച്ചാൽ ഗഫർതു ലക വലാ ഉബാലി, ഞാൻ നിനക്ക് പുറത്തു തരും, എനിക്കത് പ്രശ്നമേ അല്ല. നീ ചെയ്ത തെറ്റെനിക്ക് പ്രശ്നമേ അല്ല, നീ എന്നോട് മാപ്പ് ചോദിച്ചാൽ. യബ്ന ആദം, ആദമിന്റെ മോനെ, ലൗ ബലഗത് ദുനൂബുക അനാനസ് സമാ, നിന്റെ പാപങ്ങൾ ആകാശം മുട്ടെ അത്രമേൽ തെറ്റുകളുടെ കൂമ്പാരമാണ് നിന്റെ മുന്നിലുള്ളതെങ്കിൽ, സുമ്മസ്തഗ്ഫർതനി, എന്നിട്ട് നീ എന്നോട് മാപ്പ് ചോദിച്ചാൽ ഗഫർതു ലക, ഞാൻ നിനക്ക് പുറത്തു തരും, വലാ ഉബാലി, എനിക്കത് പ്രശ്നമല്ല. യബ്ന ആദം അലൈഹിസ്സലാം എന്നുറക്കെ പറയണേ, നമ്മുടെ ഉപ്പയുടെ പേരാണത്. യബ്ന ആദം അലൈഹിസ്സലാം, ലൗ അതൈതനി ബിഖറാബിൽ അർളി ഖതായ, ഭൂമി നിറയെ പാപങ്ങളുമായി നീ എന്നെ കണ്ടുമുട്ടുകയും സുമ്മ ജിഅ്തനി ലാ തുശ്രികു ബി ഷൈആ, പിന്നെ നീ എന്നെ കണ്ടുമുട്ടുമ്പോൾ നീ തൗഹീദിന്റെ ആളാണ്, നീ ശിർക്ക് ചെയ്യാതെ ബഹുദൈവാരാധന ചെയ്യാതെ അല്ലാഹുവിന്റെ സിഫത്തുകളോ അല്ലാഹുവിന്റെ വിശേഷണങ്ങളോ മറ്റൊരാൾക്കും വകവെച്ചു കൊടുക്കാതെ ഏകനായ സൃഷ്ടാവിൽ വിശ്വസിച്ചവനായിട്ടാണ് നീ എന്നെ സമീപിക്കുന്നത്. പക്ഷേ നീ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ലഅതൈതുക ബിഖറാബിഹാ മഗ്ഫിറ, ഭൂമി നിറയെ തെറ്റുമായി വരുന്ന നിനക്ക് ആ ഭൂമി നിറയെ ഞാൻ മാപ്പ് നൽകും, എനിക്കത് പ്രശ്നമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ നമുക്ക് പാപമോചനം നൽകട്ടെ. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ. മഹാനായ നമ്മുടെ ഉപ്പയോട് ഭൂമിയിലേക്ക് വരുമ്പോൾ രണ്ടുപേരും ഇറങ്ങണേ. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ, എൻ്റെ സന്മാർഗ ദർശനം നിങ്ങൾക്ക് വരും. അത് ഇസ്ലാം. ഇസ്ലാം എന്നത് ജീവിത വ്യവസ്ഥിതിയാണ്. അത് ഭൂമിയിലെ ആദ്യ മനുഷ്യന് ആദം അലൈഹിസ്സലാമിന് ജീവിക്കാൻ ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരെയും നേർവഴിയിൽ നടത്താൻ അല്ലാഹു നൽകിയ ആശയമാണ്. അതിൻ്റെ പേരാണ് ഇസ്ലാം. ആ വഴിയിൽ നിങ്ങൾ പിന്തുടർന്ന് ജീവിച്ചാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. എന്താണ് പേടി? വരാൻ പോകുന്നതിനെ കുറിച്ച്. എന്താണ് സങ്കടം? കഴിഞ്ഞതിനെ കുറിച്ച്. രണ്ടും നിങ്ങൾക്ക് വേണ്ട. അല്ലാഹു ഹിദായത്തിന്റെ അഹ്ലുകാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. നേരെ മറിച്ചാണ് അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകാതെ നമ്മുടെ സ്വതസിദ്ധമായ നമ്മുടെ അലസതയിലൂടെ ജീവിതത്തിൽ ഒരു അടക്കും ചിട്ടയും വരാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കുള്ള യാത്രയിലായി നന്മകൾ കുറഞ്ഞു വരികയും നമ്മുടെ പാപങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അല്ലാഹു നമ്മളെ പരീക്ഷിക്കും. വമൻ അറള അൻ ദിക്രി فإن له معيشة ضنكا ونحشره يوم القيامة أعمى.
قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. എൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ ജീവിക്കുന്നവർക്ക് സങ്കുചിതമായ ജീവിതമാണ് ഇവിടെ ഉണ്ടാവുക. മനസ്സമാധാനം ഞാൻ നൽകില്ല. അവരുടെ ഭരണാധികാരികൾ അവർക്കെതിരായിരിക്കും, അവരുടെ കൂടെയുള്ളവർ അവർക്കെതിരായിരിക്കും. നിങ്ങൾ എൻ്റെ വഴിയിൽ നിന്ന് പിന്മാറിയാൽ, അല്ലാഹുവിൻ്റെ സാരോപദേശമാണിത്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. അല്ലാഹു അവരെ നാളെ അന്ധന്മാരായിട്ടാണ് വിചാരണക്ക് കൊണ്ടുവരുന്നത്. അവർ ചോദിക്കും, ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ. എനിക്ക് ഭൂമിയിൽ കണ്ണുണ്ടായിരുന്നല്ലോ, നീ എന്തേ എൻ്റെ കണ്ണിനെ എടുത്തു കളഞ്ഞത്? ഞാനിവിടെ അന്ധനാണല്ലോ എന്ന് പറയുമ്പോൾ അല്ലാഹു പറയും, എൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഭൂമിയിൽ നിനക്ക് ഞാൻ എത്തിച്ചു തന്നപ്പോൾ അത് പഠിക്കാൻ എല്ലാവിധ ഓൺലൈൻ ഓഫ്ലൈൻ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് നീ എന്തുകൊണ്ടത് പഠിച്ചില്ല, അത് കണ്ടില്ലെന്ന് വിചാരിച്ചില്ലേ? വകദാലികൽ യൗമ തുൻസാ. അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെ കണ്ടില്ലെന്ന് കാണുകയാണ്, നിനക്ക് ഞാൻ ഇന്ന് കണ്ണ് തരില്ല എന്ന് അന്ധരായി പരലോകത്തേക്ക് വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരപ്പെടുന്ന ആളുകൾ ഈ ലോകത്ത് ധർമ്മത്തിന്റെ നന്മയുടെ വഴിയെ തിരസ്കരിച്ചവരാണെന്ന് പരിശുദ്ധ ഖുർആൻ താക്കീത് ചെയ്യുന്നു. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും തൗബ ചെയ്യുകയും ചെയ്ത് സൽക്കർമ്മങ്ങൾ കൊണ്ട് നാളത്തെ ഒരു വീടിനെ നമുക്ക് ഒരുക്കാനാവണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, അവർക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ കൂടിയ മുഴുവൻ ആളുകൾക്ക്, ഈ പരിപാടിയോട് സഹകരിച്ചവർക്ക്, നാളത്തെ പരിപാടിന് വരാനുള്ള എല്ലാ വിഷയങ്ങളിലും സഹകരിക്കുന്നവർക്ക്, സഹകരിച്ചു കഴിഞ്ഞവർക്കൊക്കെ അല്ലാഹു ആ തൗഫീഖ് നൽകട്ടെ എന്ന് അവസാനമായി ദുആ ഇറക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.